GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ 1 ജനുവരി 2026 എങ്ങനെ അപ്ലൈ ചെയ്യാം? GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ 1 ജനുവരി 2026 രജിസ്ട്രേഷൻ പുതിയ വെബ്സൈറ്റിൽ ലൈവായി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് 1 ഒഫീഷ്യൽ വെബ്സൈറ്റ് തുറക്കുക. ഇന്ത്യൻ പോസ്റ്റ് GDSൻ്റെ ന്യൂ ഒഫീഷ്യൽ വെബ്സൈറ്റ് തുറക്കുക. രജിസ്ട്രേഷൻ അപ്ലൈ ഓൺലൈൻ ഓപ്ഷൻ കാണുന്നതാണ്. അതിനായി ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഇന്ത്യ പോസ്റ്റ് GDSonline.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ വിൻഡോയിൽ രജിസ്ട്രേഷൻ ഫോർ GDS ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ 1 ജനുവരി 2026 ഈസ് ലൈവ് ഓൺ ന്യൂ വെബ്സൈറ്റ്. ക്ലിക്ക് ഹിയർ ടു വിസിറ്റ് ദ ന്യൂ വെബ്സൈറ്റ് എന്ന് കാണാം. ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. വിൻഡോ ഓപ്പണായി വരുന്നതാണ്. ആ വിൻഡോയിൽ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ഓർ അപ്ലൈ ക്ലിക്ക് ചെയ്യുക. അതിനു മുൻപ് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് നോക്കാം. സ്റ്റാർട്ട് ഡേറ്റ് 30 ജനുവരി 2026. രജിസ്ട്രേഷൻ എൻഡ് ഡേറ്റ് 14 ഫെബ്രുവരി 2026. ആപ്ലിക്കേഷൻ സബ്മിഷൻ സ്റ്റാർട്ട് ഡേറ്റ് ഫെബ്രുവരി 1, 2026. എൻഡ് ഡേറ്റ് 16 ഫെബ്രുവരി 2026. എഡിറ്റ് ഓർ കറക്ഷൻ വിൻഡോ സ്റ്റാർട്ട് ഡേറ്റ് 17 ഫെബ്രുവരി 2026. എൻഡ് ഡേറ്റ് 18 ഫെബ്രുവരി 2026. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയി കാണാനായി ഡിസ്ക്രിപ്റ്റീവ് നോട്ടിഫിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓപ്പണായി വരുന്നതാണ്. വേക്കൻറ്റ് പോസ്റ്റ് അറിയാനായി വേക്കൻറ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സെലക്ട് സർക്കിൾ ആൻഡ് ഡിവിഷൻ. സെലക്ട് സർക്കിൾ, കേരള സർക്കിൾ സെലക്ട് ചെയ്യുക. ഡിവിഷൻ ഇവിടെ കാണാം. ആലപ്പി ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ ആലപ്പി ഡിവിഷനുള്ള പോസ്റ്റ് ഓഫീസുകളിലെ ഒഴിവുകൾ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഡിവിഷനുകളും ചെക്ക് ചെയ്യാവുന്നതാണ്. അപേക്ഷ അയക്കേണ്ട സ്റ്റെപ്സ് അറിയാനായി അനക്സർ 2 ക്ലിക്ക് ചെയ്യുക. അനക്സർ 2 ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. എങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റ് തുറന്നതിനു ശേഷം സ്റ്റെപ്പ് 2 ന്യൂ രജിസ്ട്രേഷൻ ആണ്. രജിസ്റ്റർ ന്യൂ കാൻഡിഡേറ്റ്സ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പർ, ഇമെയിൽ ID, SSLC 10th ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുക്കുക. OTP വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പർ, പാസ്വേഡ് മൊബൈലിലേക്ക് വരുന്നതാണ്. രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡ് അല്ലെങ്കിൽ OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. സ്റ്റെപ്പ് 4 ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡ്രസ് ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, 10ാം ക്ലാസ്സിലെ മാർക്സ്, പോസ്റ്റ് പ്രിഫറൻസ്, സർക്കിൾ സെലക്ഷൻ അനുസരിച്ച് ഡീറ്റെയിൽസ് SSLC സർട്ടിഫിക്കറ്റിന് അനുസരിച്ച് തന്നെ നൽകേണ്ടതാണ്. സ്റ്റെപ്പ് 5 ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, SSLC സർട്ടിഫിക്കറ്റ്. സ്റ്റെപ്പ് 6 ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ്. ഫീ ജനറൽ, OBC, EWS 100 രൂപ, SC ST PWD. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസില്ല. ഓൺലൈൻ പേയ്മെൻറ്റ് UPI, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് വഴി നടത്താം. സ്റ്റെപ്പ് 7 ഫൈനൽ സബ്മിറ്റ്. എല്ലാം വെരിഫൈ ചെയ്തതിനു ശേഷം ഫൈനൽ സബ്മിറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻ കോപ്പി ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. ഇമ്പോർട്ടൻറ്റ് നോട്ട്സ്. GDSന് എക്സാം ഇല്ല. 10ാം ക്ലാസ്സിലെ മാർക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ. ഒഫീഷ്യൽ സൈറ്റ് മാത്രം ഉപയോഗിക്കുക. അടച്ച ഫീസ് ഒരിക്കലും തിരിച്ച് ലഭിക്കുന്നതല്ല. ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എടുത്ത് മൊബൈൽ നമ്പർ, ഇമെയിൽ ID കൊടുത്ത് വെരിഫൈ ചെയ്യുക.
ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.